ഈ ടീമുമായി പ്ലേ ഓഫിലെത്തുന്നത് പോയിട്ട് അവസാന സ്ഥാനക്കാരായി മടങ്ങേണ്ടി വരും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് തീർച്ചയായും രേഖപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. IPL-ലെ തങ്ങളുടെ 6ാം കിരീടം തേടിയിറങ്ങവർ, ശക്തരിൽ ശക്തർ, ആരും കടലാസിലെ പുലികൾ തന്നെ എന്ന് വിശേഷിപ്പിച്ചവർ ഗ്രൗണ്ടിലിറങ്ങി 2ാമത്തെ മത്സരം തോറ്റിരിക്കുന്നു. ടീമിനെ നമുക്കൊന്ന് പരിശോധിക്കാം. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ. പാവം പരിക്കിൻ്റെ പിടിയിലാണ്, കളിച്ചില്ല എന്നുള്ളൂ. ഏറ്റവും മികച്ച ടീം എന്ന ആളുകൾ വാഴ്ത്തിപ്പാടിയ ടീം. പക്ഷേ ഏവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊണ്ടിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് ഫോമുണ്ടോ? സൂര്യകുമാർ യാദവ് പഴയ ഫോമിലാണോ? ബാറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടും ഫോമിലല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതാ ഗുജറാത്തിനെതിരെ 2ാം മത്സരത്തിലും തോറ്റിരിക്കുന്നു. IPL-ൽ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോടേറ്റ തോൽവിയാണെങ്കിൽ 2ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈയെ പഞ്ഞിക്കിട്ടു എന്ന് വേണം പറയാൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ തുടർച്ചയായ 2ാം തോൽവി. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ 36 റൺസിനാണ് മുംബൈ പരാജയപ്പെട്ടത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുക്കുവാനാണ് ആകെ സാധിച്ചത്. 28 പന്തിൽ നിന്ന് 48 റൺസ് എടുത്ത സൂര്യകുമാർ യാദവാണ് മുംബൈക്ക് വേണ്ടി ടോപ്പ് സ്കോററായത്. ഗുജറാത്തിന് വേണ്ടി പ്രസീദ് കൃഷ്ണ, മുഹമ്മദ് സിറാജ് എന്നിവർ 2 വിക്കറ്റ് വീതം നിർത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിന് സായ് സുദർശന്റെ 41 പന്തിൽ 63 റൺസ് എടുത്ത ഇന്നിംഗ്സാണ് ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. തകർച്ചയോടെയായിരുന്നു മുംബൈയുടെ തുടക്കം. സ്കോർ ബോർഡിൽ 35 റൺസ് മാത്രമുള്ളപ്പോൾ 8 റൺസ് എടുത്ത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും റിക്കിൾട്ടൺ 6 റൺസ് എടുത്ത് എന്നിവരുടെ വിക്കറ്റുകൾ മുംബൈക്ക് നഷ്ടമായി. മുഹമ്മദ് സിറാജിന്റെ പന്തിൽ ഇരുവരും ബൗൾഡ് ആവുകയായിരുന്നു. തുടർന്ന് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ചേർന്ന് 12ാം ഓവർ വരെ പൊരുതി നോക്കിയെങ്കിലും തിലക് വർമ്മയുടെ വിക്കറ്റ് വീണതോടുകൂടി മുംബൈ പ്രതിരോധത്തിലായി. പിന്നീടെത്തിയ ഹാർദിക് പാണ്ഡ്യയും റോബിൻ മിൻസ് തുടങ്ങിയവർക്ക് ഒന്നും ചെയ്യാനായില്ല. ഇതിനിടെ സൂര്യകുമാർ യാദവും മടങ്ങിയതോടെ മുംബൈയുടെ പതനം ഏകദേശം പൂർത്തിയായിരുന്നു.